ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റാണിത്. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്കും മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചൊവ്വരിയാണ്. ചൊവ്വരി, സാബുനരി എന്നൊക്കെ പറയും. 1 കപ്പ് സാബുനരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കുതിർത്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ തിളപ്പിച്ച നല്ല ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൊവ്വരി മുഴുവനായിട്ടും മുങ്ങിക്കിടക്കുന്ന രീതിയിലാവണം പാലൊഴിച്ച് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ അതെല്ലാം നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു 30 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ്. 30 രൂപേൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുതിർത്ത് വെച്ച് നമ്മുടെ ചവരിയിലെ പാലെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇത് നന്നായിട്ട് ഉടച്ചിട്ടെടുക്കണം. ഇനി അഥവാ പാല് വറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം ഉടച്ചെടുക്കാൻ. ഇത് ഉടച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ടേ ഉള്ളൂ, മുഴുവനായിട്ട് വെന്തിട്ടില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഓറിയോ ബിസ്ക്കറ്റ് അതിൻ്റെ ക്രീമോട് കൂടെ തന്നെ മിക്സീൻ്റെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കണം. ഇനി കയ്യിൽ അല്പം നെയ്യോ ഓയിലോ പുരട്ടിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. എല്ലാ ബോൾസും ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പൂണിൽ കോരിയിട്ട് അത് ഉരുട്ടിയെടുക്കാം. ചവരി എടുക്കുമ്പോൾ വലിപ്പം കുറഞ്ഞ ചവരി എടുക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയതാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടാനും പ്രയാസമാണ്. പിന്നെ ഇതിൽ വലിയ വലിയ ബോൾസായിട്ട് നിൽക്കും. കുഴപ്പമില്ല, വെന്ത് കിട്ടുമ്പോൾ ശരിയാവും. ഇപ്പം നമ്മളെല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിൽ ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഇതിനു വേണ്ടി ഈ പാത്രത്തിൽ നമുക്ക് നെയ്യൊന്ന് പുരട്ടിയിട്ട് ഇതേപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം. ഒന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം മതി, കൂടുതൽ സമയം വെക്കണ്ട. ഇനി ഈ തട്ടുകൾ നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. ഒന്ന് ചൂട് കയറ്റിയെടുത്താൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ബാക്കി വന്ന ബോൾസും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ
ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഓറിയോ ബോൾസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ബോൾസൊക്കെ ഇതിൽ കിടന്ന് നല്ലോണം വേവിച്ചെടുക്കണം. വെന്ത് വരുമ്പോൾ ബോൾസ് വലുതായി വരും. ഇപ്പം നമ്മുടെ ഓറിയോ ബോൾസ് വലുതായി വരുന്നുണ്ട്. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ 1/4 കപ്പ് പാലിൽ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തിക്കായി പോകും. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 4 ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാമും പിസ്തായും ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ബോൾസൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പികളുമായി നമ്മൾ വീണ്ടും വരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. താങ്ക് യു.